എൻ്റെ പൊന്നെ രാവിലെ എണ്ണീറ്റതും പെരുമഴയായിരുന്നു. പെരുമഴയും കാറ്റും ഒക്കെ ആയിരുന്നു. എൻ്റെ സിറ്റോട്ട് മൊത്തം കുളം തോണ്ടി കിടക്കുമായിരുന്നു. പിന്നെ വേഗം അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുക്കളയിലോട്ട് കയറി ഇരുന്ന് കപ്പ വേവിച്ചത് മീൻകറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ്റിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോഴത്തേന് പിന്നെ കുഞ്ഞ് എണ്ണീച്ച് കുഞ്ഞിനെ എണ്ണിപ്പിച്ചെന്ന് പറയാൻ. കുഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. കുഞ്ചുവിന് അടി കിട്ടുമെന്ന് പറയുമ്പോൾ കുഞ്ചു ഇങ്ങനെ ഒരു കള്ളച്ചിരി. ഇന്ന് കുഞ്ഞിന് ഞാൻ ഫസ്റ്റ് ടൈം പോളിയോ കൊടുക്കുമായിരുന്നു. പിന്നെ രാവിലെ അവൾക്ക് കൊണ്ട് പോളിയൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേന് കുഞ്ചി ഈ വീട് തിരിച്ച് മറച്ച് വെച്ചേക്കുമായിരുന്നു. ഞാൻ അടുക്കി പറക്കി വെച്ചതായിരുന്നു, എല്ലാം വലിച്ചു വാരിയിട്ട്. പിന്നെ ഒന്നേന്ന് അതെല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കേണ്ട വന്നേ. കുഞ്ചുവിന് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെയാണ്, നമുക്ക് ഇരട്ടി ജോലി കുഞ്ചു തന്നുകൊണ്ടേയിരിക്കും. അപ്പം കുഞ്ചുവിന് എന്തെല്ലാം കൊതിയാണെന്നറിയോ. പിന്നെ എൻ്റെ അടുത്ത് ബുൾസ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. പിന്നെ വേഗം ബുൾസയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഉച്ചയായി ഞാൻ പിന്നെ ചോറൊക്കെ എടുത്ത് കഴിച്ചതാ. എനിക്ക് ഇങ്ങനെ ഇരുന്ന് ചോറൊക്കെ കഴിക്കണം. എനിക്ക് ഈ ടേബിളിൽ ഇരുന്ന് കഴിച്ചാലൊന്നും പറ്റത്തില്ലേ. കുഞ്ചു പിന്നെ എപ്പോഴും കുഞ്ഞിനെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോലെ. പിന്നെ കുഞ്ചിനെ കുറേ നേരം ഇരുത്തി പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഇതാണ് രസം. ഇച്ചിരി നേരം പഠിക്കും, പിന്നെ ഉച്ച നേരം കുഞ്ഞിൻ്റെ അടുത്ത് വരും. ഇത് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ കട്ടനൊക്കെ ഇട്ട് കുടിച്ച് കുഞ്ചുവിന് ഞാൻ ചായയും കട്ടനും ഒന്നും കൊടുക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ കനച്ചായൊക്കെ കുടിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും, ഇച്ചിരി താമ എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ചുവിന് ഇച്ചിരി കട്ടൻ ചായയൊക്കെ കൊടുത്ത് അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. ബൈ.